ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഓസ്ട്രേലിയയിലെ ടാസ്മാനിയയിലുള്ള ലോൺസിസ്റ്റിൽ വില്ലേജ് സിനിമേഴ്സിൽ ഒരു മലയാളം സിനിമ കാണാൻ വന്നതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ മലയാളം സിനിമകളൊക്കെ റിലീസ് ചെയ്യുന്നുണ്ട്. ഇങ്ങോട്ട് വരുന്ന മലയാളികൾ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഒരു മലയാളം പടം കാണാൻ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ മലയാളം മൂവീസ് റിലീസ് ചെയ്യാറുണ്ട്. പടത്തിൻ്റെ നിലവാരം അനുസരിച്ചിട്ടാണ് കൂടുതലും ഇവിടെ പടങ്ങൾ റിലീസ് ചെയ്യാറുള്ളത്. നിലവാരം കുറഞ്ഞ പടങ്ങളൊക്കെ ആണെങ്കിൽ 1-2 ദിവസങ്ങളൊക്കെ മാക്സിമം നിലനിൽക്കാറുള്ളൂ. ഇതിപ്പോൾ നമ്മൾ മോഹൻലാലിൻ്റെ തുടരും എന്ന് പറഞ്ഞിട്ടൊരു മൂവി കാണാനാണ് വന്നിട്ടുള്ളത്. ആക്ച്വലി 3 ദിവസത്തേക്ക് പടം കൊടുത്തിട്ടുണ്ട്. ഇന്ന് മെയ് 1 തീയതിയാണ്. മെയ് 1, 2, 4 ഈ 3 ദിവസങ്ങളാണ് പടം ഉള്ളത് കേട്ടോ. അപ്പം നമുക്ക് വില്ലേജ് സിനിമാസിൻ്റെ ഉള്ളിലേക്ക് പോകാം. ഇതൊരു കുഞ്ഞി തിയേറ്ററാണ്, ഒരു 4 സ്ക്രീനുള്ളൊരു തിയേറ്ററാണ്. സ്ക്രീനിൻ്റെ എണ്ണം കറക്റ്റായിട്ട് എനിക്കറിയത്തില്ല, ഞാൻ കറക്റ്റായിട്ട് ഇതിൽ സ്ക്രീനിൽ കാണിക്കുന്നുണ്ടാവും കേട്ടോ. സോ നമുക്ക് ഉള്ളിലേക്ക് പോയിട്ട് ജസ്റ്റ് കാഴ്ചകളൊക്കെ കാണാം. ലെറ്റ്സ് ഗോ. ഇതാണ് നമ്മളുടെ ടാസ്മാനിയയിലെ ലോൺസിസ്റ്റിലുള്ള വില്ലേജ് സിനിമാസ്. കുറേ അധികം മലയാളി ഫാമിലീസ് ഈ മൂവി കാണാൻ വന്നിട്ടുണ്ട്. അവരുടെ നാട്ടിൽ നിന്ന് വന്നിട്ടുള്ള പേരൻസും ഈ മൂവിക്ക് വേണ്ടിയിട്ട് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ ഒരു പോർഷനിലേക്ക് കയറി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഈ റൈറ്റ് സൈഡിലായിട്ട് കാണുന്നത് പിള്ളേർക്ക് കളിക്കാനാണ്. പിള്ളേർക്ക് നല്ല അഡൾട്ട്സിനും കളിക്കാം. ഒരു ഗെയിമിൻ്റെ ഒരു പോർഷനാണ്. ഭയങ്കര അടിപൊളി ഒരു സെറ്റപ്പാണ്. ഒരു കാസിനോ സെറ്റപ്പ് ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിവിടെ കാർഡ് പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറേ ഗെയിംസ് കളിക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്കിവിടെ പോപ്കോണും കൂൾ ഡ്രിങ്ക്സ് ഒക്കെ നമുക്കിവിടെ അവൈലബിൾ ആണ്. നമുക്ക് സ്നാക്സ് ഒക്കെ ചെയ്യണമെങ്കിൽ, സ്നാക്കിംഗ് ഒക്കെ ചെയ്യണമെങ്കിൽ ഇതാണ് ഇവിടുത്തെ ഒരു ഓപ്ഷൻ ഉള്ളത്. നമ്മളിവിടെ അഡ്വാൻസ് ടിക്കറ്റ് എടുക്കണം കേട്ടോ. ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നേരെ ഇവിടെ QR കോഡ് കൊണ്ട് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ തിയേറ്ററിനുള്ളിലേക്ക് നമുക്ക് കടത്തിവിടും. നമ്മൾ സ്ക്രീൻ 2-ലാണ് കേട്ടോ മൂവി കാണുന്നത്. ഇതൊരു സെക്കൻഡ് ലാർജസ്റ്റ് സ്ക്രീൻ ഇൻ ദിസ് തിയേറ്റർ എന്ന് വേണം തന്നെ പറയാം. ഇവിടെ മിഷൻ ഇമ്പോസിബിളിൻ്റെ ടോം ക്രൂസിൻ്റെ ഒരു പോസ്റ്ററൊക്കെ വെച്ചിട്ടുണ്ട്. വളരെ ഭംഗിയായിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ കുട്ടികൾക്ക് കാണാനുള്ള കുറേ മൂവീസ് ഇവിടെ റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫാമിലി ആയിട്ടൊക്കെ ആൾക്കാർക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ കുട്ടികളൊക്കെ എൻ്റർടൈൻ ചെയ്യാൻ പറ്റും. സോ ഇത് കുറേ ജസ്റ്റ് ട്രെയിലർ സീൻസൊക്കെയാണ് ഇപ്പം സ്ക്രീനിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കുഞ്ഞി സ്ക്രീനായിട്ടാണ് ആദ്യം തോന്നുന്നത്, പക്ഷേ നാട്ടിലൊക്കെ തിയേറ്റേഴ്സ് വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഇവിടുത്തെ സ്ക്രീൻ വളരെ ചെറുതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ക്യൂബേ ആണ് ഇവിടുത്തെ പാർട്ട്ണർഷിപ്പ് വരുന്നത്, സൗണ്ടിൻ്റെ ഒക്കെ വരുന്നത്. പിന്നെ വണ്ടർലസ്റ്റ് ഫിലിംസ്, ഇതാണ് ഓസ്ട്രേലിയയിലെ മലയാളം മൂവീസിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ കേട്ടോ. ലാലേട്ടൻ ഓൺ ദ സ്ക്രീൻ ഭയങ്കരമായിട്ടും എൻജോയ് ചെയ്തു. ബാക്കി കാര്യങ്ങൾ ഞാൻ ഇപ്പോൾ പറയാം കേട്ടോ. Hey guys, now it's movie review time. We have watched the movie on May 1st and I'm shooting this video after 5 days. I was a little bit busy with my work. I'm extremely sorry. So, about the movie. ലാലേട്ടൻ ആഫ്റ്റർ നരൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഞാൻ എൻജോയ് ചെയ്ത് കണ്ടൊരു മൂവിയാണിത്. സോ വെൻ ഐ വാസ് വാച്ചിങ് ദ മൂവി, 3 പടങ്ങൾ എൻ്റെ മനസ്സിലൂടെ പോയി. One was നരൻ, the second one was തന്മാത്ര and the third one was ഒപ്പം. ഫൈറ്റ് സീക്വൻസ് ലിറ്റിൽ ബിറ്റ് സിമിലർ ടു ദ പോലീസ്, ആ ഒരു അതിൻ്റെ ഒരു സംഭവമുണ്ട്. അപ്പോൾ അതൊക്കെ ഭയങ്കര സിമിലാരിറ്റി തോന്നിയെങ്കിലും ബട്ട് സ്റ്റോറി നമ്മളെ അതൊന്നും ഓർമ്മിപ്പിച്ചില്ല. ഞാനങ്ങനെ ഭയങ്കരമായിട്ടൊരു മൂവി ലാലേട്ടൻ ഫാൻ ആയതുകൊണ്ട്, ഒരു മൂവി ബഫ് ആയതുകൊണ്ട് ഞാനങ്ങനെ മനസ്സിലാക്കിയെടുത്തൊരു കാര്യമാണ് കേട്ടോ. നമുക്കിങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റുമല്ലോ. സോ പ്രത്യേകിച്ച് ജഡ്ജ്മെൻറ്റിലൊന്നും തന്നെ ഇല്ലാണ്ട് പടം കാണാൻ പറ്റി. ഞാൻ ഒരു ട്രെയിലറോ ഒരു റിവ്യൂ ഒന്നും കാണാണ്ട് മൂവി ടിക്കറ്റ് എടുത്ത് പോയതാണ്. മൗത്ത് പബ്ലിസിറ്റി വഴി പല ആൾക്കാരും നല്ലതാണ് എന്ന് പറഞ്ഞ് പോയി പടം കണ്ട ഒരാളാണ്. എനിക്കൊരു പടം കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും ഒരു റിവ്യൂ കാണാറില്ല. ലൈക്ക് ചില പടങ്ങളൊക്കെ ഞാൻ ഉണ്ണിയുടെ റിവ്യൂ ഒക്കെ കേട്ടിട്ടായിരിക്കും ചില പടത്തിന് പോകുന്നത്, അല്ലെങ്കിൽ ടി വിയിലാണെങ്കിൽ ഇൻ കേസ് കാണുന്നത്. പക്ഷേ ഇതൊന്നും ഇല്ലാണ്ട് പോയതാണ്. ഐ വാസ് റിയലി സാറ്റിസ്ഫൈഡ് വിത്ത് ദിസ് മൂവി. സോ ദ ഹോൾ പോയിന്റ് ഈസ്, ഇഫ് യു ഹാവൻറ്റ് വാച്ച്ഡ് ദിസ് മൂവി, ജസ്റ്റ് ബുക്ക് യു ടിക്കറ്റ്സ് വിത്ത് യുവർ ഫാമിലി ആൻഡ് എൻജോയ്. സൂപ്പർ ഫാമിലി എൻ്റർടൈനറാണ് ഈ സാധനം. പിന്നെ കമ്മിങ് ടു ലോൺസിസ്റ്റൺ ആൻഡ് ടാസ്മാനിയ, നിങ്ങൾ ഓസ്ട്രേലിയയിലേക്കുള്ള നമ്മുടെ ടാസ്മാനിയ വിസിറ്റ് ചെയ്യുന്ന ആളുകൾ, ലൈക്ക് അല്ലെങ്കിൽ ടാസ്മാനിയയിലോട്ട് വിസിറ്റ് ചെയ്യുന്നതല്ല, ടാസ്മാനിയയിലേക്ക് ജോലിക്കായിട്ട് വരുന്ന ആളുകൾ, ഇവിടെ സെറ്റിൽ ചെയ്യാൻ വരുന്ന ആളുകൾ, നമുക്കിവിടെ ഹൊബാർട്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു മെയിൻ സിറ്റി ഉണ്ട്. രണ്ടാമത്തെ സിറ്റിയാണ് ലോൺസിസ്റ്റൺ. ഈ 2 സിറ്റികളിൽ നമുക്ക് മൂവി റിലീസ് ചെയ്യാറുണ്ട്. ഹൊബാർട്ടിലാണ് കൂടുതലും ദിവസങ്ങൾ പടങ്ങൾ ഓടാറുള്ളത്, കാരണം അവിടെയാണ് വലിയൊരു കമ്മ്യൂണിറ്റി ഉള്ളത് കേട്ടോ. പിന്നെ ലോൺസിസ്റ്റണിൽ നമുക്ക് പടങ്ങളൊക്കെ വരാറുണ്ട്. നല്ല മൂവിയൊക്കെ ആണെങ്കിൽ 1-2 ദിവസം ഒക്കെ നമുക്ക് പടം കിട്ടും, അല്ലെങ്കിൽ ഒരു ദിവസമാണ് പടം മാക്സിമം ഓടാറുള്ളത് കേട്ടോ. തമിഴ് മൂവീസൊക്കെ ആണെങ്കിൽ എനിക്കൊന്നും ഇപ്പം കുറച്ച് തമിഴ് കമ്മ്യൂണിറ്റീസൊക്കെ ഇവിടെ വന്നു തുടങ്ങിയിട്ടുണ്ട്. 2 days തമിഴ് മൂവീസ് നമുക്ക് കിട്ടാറുണ്ട്. ചിലപ്പോൾ ഒരു ദിവസമാണ് വരാറുള്ളത്, ഡിപ്പെൻഡിങ് ഓൺ ദ ക്വാളിറ്റി ഓഫ് ദ മൂവി. അത് എപ്പോഴും ഇവർ നോക്കും. പിന്നെ നമ്മൾ ആൾക്കാർ റിക്വസ്റ്റ് ചെയ്യണം. നിരന്തരമായിട്ടുള്ള റിക്വസ്റ്റുകളുടെ ഒരു പ്രതിഫലമാണ് നമുക്ക് ആക്ച്വലി ഒരു പടം റിലീസാക്കി കിട്ടുന്നത്. ഇപ്പം നമ്മളിവിടുത്തെ വണ്ടർലസ്റ്റ് എന്ന് പറഞ്ഞുള്ളൊരു മൂവി ടീമുണ്ട്. അവരാണ് ഈ ഒരു പടം ഇവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. സോ അവരോടാണ് ആക്ച്വലി നന്ദി പറയേണ്ടത്. വിളിച്ചാൽ നമുക്കിവിടെ ഇത്ര ആൾക്കാർ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇത്ര ദിവസത്തേക്ക് അവർ എക്സ്റ്റെൻഡ് ചെയ്ത് തിയേറ്റർ ഉടമകളോട് ചോദിച്ച് നമുക്കിവിടെ പടം ഇട്ട് തരാറുണ്ട്. വില്ലേജ് സിനിമാസിലാണ് നമുക്ക് മൂവി വരാറുള്ളത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു തിയേറ്ററാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ഫ്രണ്ടിലെ തിയേറ്ററിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടിട്ടുണ്ട്. നമ്മളുടെ അടുത്തൊരു കുഞ്ഞ് തിയേറ്ററാണ്, ബട്ട് സ്റ്റിൽ ഇറ്റ്സ് മാനേജബിൾ. 4 സ്ക്രീനുള്ളൊരു തിയേറ്ററാണ് കേട്ടോ.
സോ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഒത്തിരി വലിച്ചു കിട്ടുന്നില്ല. സി യു നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ബൈ.